ഫ്ലോറൽ ഓർഗൻസ എംബ്രോയിഡറി ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സെമി ടെസർ ഫാബ്രിക്കാണ്. ഇന്ന് പാർട്ടി വെയർ ലുക്കിൽ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രിറ്റി ദുപ്പട്ട ഓർഗൻസയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ദിസ് ഇൻ 3 കളർ കോമ്പിനേഷൻ. നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്തേക്കുന്ന പോലെയും ഇല്ല, നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നെക്ക് ലൈൻ കുറച്ച് കട്ടായി പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോ ഫോർ സം കോളർ പാറ്റേൺസ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കിട്ടും വിത്ത് സ്ലിറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം അടുത്ത് വരുമ്പോൾ ചെറിയ കളർ വേരിയേഷൻ തോന്നുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ഇതൊരു പീച്ചി ടോണിൽ വന്നിരിക്കുന്ന ഷെയ്ഡാണ്. ആൻഡ് ദെൻ വി ഹാവ് എ പ്ലസന്റ് പെയിൽ യെല്ലോ. ദെൻ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ, സോഫ്റ്റ് പിസ്ത ഗ്രീൻ. പേസ്റ്റൽ ടോൺ ആണ് എല്ലാ ഷെയ്ഡും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് തന്നെ നമുക്ക് ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു എന്തായാലും ഡെഫിനറ്റ്ലി 47-48 നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു കസ്റ്റമേഴ്സ് ജനറലി ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, നമുക്കിപ്പോൾ സൽവാർ സെറ്റ്സ് കുറച്ചാണ് കാണുന്നത്. പക്ഷെ നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മാക്സിമം ആയിട്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റി അഷുറൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് റിട്ടേൺസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വെൻഡേഴ്സിൻ്റെ നിന്ന് കിട്ടിയ പ്രോഡക്ട്സ് നമുക്കിപ്പോൾ ചില അതിനകത്തൊന്നും മെഷർമെൻറ്റ്സ് ഒന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളത് മാക്സിമം നമുക്ക് കാണിക്കുന്ന പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് സ്ക്രീനിങ് കുറച്ചും കൂടി നമ്മുടെ സൈഡിൽ നിന്ന് സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്ട്സിനകത്ത് ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡെഫിനറ്റ്ലി ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക്. സൽവാർ സെറ്റ്സ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ലുക്ക് 3599 റേഞ്ചിൽ വന്നിരിക്കുന്ന സെമി ടസർ ലുക്കിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. സോ ദിസ് ഇസ് പെയിൽ യെല്ലോ ആൻഡ് സെയിം ടോണിലാണ്, ടോപ്പിൻ്റെ അതേ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള സെറ്റൂൺ. സോഫ്റ്റ് ഗുഡ് ക്വാളിറ്റി സെറ്റൂൺ ആണ് കേട്ടോ. ഇത് മെറ്റീരിയൽ ഗുഡ് ക്വാളിറ്റി, കോട്ടൺ ലൈനിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫുൾ ബാക്ക് സോളിഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഈ ഒരു പാനൽ വരത്തില്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു പാനൽ വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ലാഡർ ലേസ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് ജോയിനിങ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയുടെ എഡ്ജ് ഫിനിഷിങ്ങിനകത്ത് ക്രോഷ്യോ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ക്രോഷ്യോ ലേസ് സെയിം ടോണിൽ, ക്രീമി ടോണിലാണ് എല്ലാത്തിൻ്റെ അകത്തും കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. പിങ്ക് പീച്ച് യെല്ലോ കോമ്പിനേഷൻ വിത്ത് ഡബിൾ ടോൺ ഗ്രീൻ ആൻഡ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ബ്രൗൺ ബ്രാഞ്ചസ് ലുക്കും കൂടെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇൻസൈഡ് പോർഷൻ കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന റോങ് സൈഡാണ് ഇതിനകത്ത് വരുന്നത്. പെയിൽ യെല്ലോ, ദെൻ വി ഹാഡ് എ പീച്ച്, ദെൻ ദ നെക്സ്റ്റ് ലുക്ക് ഇസ് പിസ്ത ഗ്രീൻ. സെറ്റൂൺ ബോട്ടം സെയിം ഷെയ്ഡിലാണ് വന്നിട്ടുള്ള സെറ്റൂൺ ബോട്ടം. സെയിം ദുപ്പട്ടയാണ്. അതിന് ദുപ്പട്ട സെയിം ആണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഈ ഒരു ഗോൾഡൻ സെറി ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് ദുപ്പട്ടയിൽ ഞാൻ അധികം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു. സെറി ഡീറ്റെയിലും ചെറിയൊരു ഷൈനോടെ കിട്ടുന്ന രീതിയിൽ വരുന്നുണ്ട്. ലോ പോർഷനിലാണ് അത് ഐഡിയലി വരേണ്ടത്. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് RUS 113 എന്ന കോഡാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഔട്ട്. ഈ ഒരു സ്റ്റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്ന ടസർ ഓർഗൻസ സാരി, പ്യുവർ ടസർ ഓർഗൻസ സാരി കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഈ ഹാവ് എ ബ്യൂട്ടിഫുൾ ചന്ദേരി ബനാറസി ബ്ലൗസ് പീസ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു സാരിയുടെ ലുക്ക് ആക്ച്വലി കുറച്ച് ഡിഫറെൻറ്റ് തന്നെയാണ്. അതൊക്കെ ഒരു ബോർഡർലെസ് കാറ്റഗറിയിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള കുറച്ച് കളർ ബാലൻസ്ഡ് ആണ്. അപ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഒരു കളറായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ടോണാണ്. ഭയങ്കര രസമുള്ള ഒരു റസ്റ്റി പീച്ച് ടോണിൽ വന്നിട്ടുള്ള ഒരു ബേൺ പീച്ച് ഷെയ്ഡിലാണ് ഫസ്റ്റ് സാരി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് നമുക്ക് ഈ ഒരു സെയിം ലുക്കിൽ വന്നിട്ടുള്ള പാലറ്റ് വി ഹാവ് around 6 shades. So this is a beautiful flush pink shade, and then we have a amazing grey, green, lavender tone. Oh, this is also equally beautiful. ഒരു സീ ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിൻ്റെ ഒരു ടോണാണ് ജസ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രേഷ് ടോൺ വന്നിട്ടുള്ള സീ ബ്ലൂ ഷെയ്ഡാണ്. ദാറ്റ് ഇസ് ആക്ച്വലി ദ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കുറച്ച് കളർ കളക്ഷനാണ് കേട്ടോ. സീ ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി ഈ ഒരു ഫോറിൻ ബീച്ചസ് ഒക്കെ നമ്മൾ നോക്കല്ലേ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ അതുപോലത്തെ ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. So this is the first look, and another geometric weaving pattern ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. So
ഇൻസൈഡ് പോർഷൻ ഇങ്ങനെയാണ് വരിക. ചെറുതായിട്ടുള്ള ലൂപ്സ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നതാണ് കേട്ടോ. പ്യോർ ടെസർ ഓർഗൻസയിൽ വന്നിട്ടുള്ള വീവിങ് പാറ്റേണോടുകൂടി. ഇത് ത്രെഡ് വീവിങ്ങിന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡയമണ്ട് പാറ്റേൺ കുറച്ച് മോഡേൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക, നമ്മൾ എപ്പോഴും കാണുന്ന പാറ്റേൺ അല്ല. ഇറ്റ്സ് റിയലി എ യൂണിക് സാരി. തിന്നായിട്ട് ആ ഒരു പ്ലെയിൻ ലുക്കിൻ്റെ എഡ്ജിലായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ഫ്രണ്ട് ലെയറിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് ഓർഗൻസ. ഫ്രണ്ട് ലെയർ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇവിടത്തേക്കും സാരി കൂടി ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ദിസ് ഇസ് ദി ഡിസൈൻ പാറ്റേൺ. ആൻഡ് 8499 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ലെറ്റ്സ് സീ ഗ്രേ. ഇതേപോലെ തന്നെ സെയിം ബ്ലൗസ് പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സിൽക്ക് ചന്തേരിയിലാണ് കേട്ടോ. and അതിനകത്ത് നമുക്ക് കുഞ്ഞ് ഒരു ബഡ് ആൻഡ് ടു ലീഫ് എന്നുള്ള ഒരു ലുക്കിൽ വന്നിട്ടുള്ള ക്രിയേഷൻ. ഇത് നമുക്ക് ഗ്രേ സാരിയുടെ നമുക്ക് ഒരുപാട് കളർ കോമ്പിനേഷൻസ് കോൺട്രാസ്റ്റിന്റെ ബ്ലൗസിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ കേട്ടോ. സെയിം ഷെയ്ഡിലാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആൻഡ് ഇതിന്റെ കോഡ് വരുന്നത് YNG132 എന്ന കോഡിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. So next is the flesh pink shade. This is also another beautiful color. നമുക്ക് ഭയങ്കര ഒരു ഭംഗി വരുന്ന കളറാണ് കേട്ടത്. നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ്. This is the blouse piece. ഇതിനകത്ത് ബനാറസി പാറ്റേണിന് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് 3 petal ഫ്ലവർ ലുക്കിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഓരോരോ അപ്പം നമ്മൾ ഇതിനകത്ത് എല്ലാ സാരിയുടെയും കൂടെ തന്നെ ഫോട്ടോസ് നമ്മൾ ബ്ലൗസിൻ്റെ ഫോട്ടോസ് കൂടെ അവൈലബിൾ ആണ്. സോ യു കെൻ ടേക്ക് എ ടൈം ആൻഡ് സീ what color have what design എന്നുള്ളത് കൂടി. ഗ്രേഡ് അതേ പാറ്റേണിലാണ് ഈ ഗ്രീൻ ഷെയ്ഡിനകത്ത് വന്നിരിക്കുന്ന ബനാറസി ഡിസൈൻ. ഗ്രീൻ ഷെയ്ഡ് ഒരു ഡാർക്ക് ലീഫ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 8499 ഗ്രേ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലാവൻഡർ ഇച്ചിരി ഡെപ്ത് ഉള്ള ഒരു ഷെയ്ഡാണ്. അതിൻ്റെ ബനാറസി പാറ്റേൺ അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത് വേറെ ചെയ്യുമ്പോൾ നമുക്ക് പിക്ചേഴ്സിൻ്റെ അകത്ത് സിംഗിൾ ലെയറിലായിരിക്കും കേട്ടോ ഫോട്ടോസ് കാണാം. യു കെൻ സീ ഹൗ ടു കം ഔട്ട് ഗ്രേഷ് see-through shade. This is the last color. Look, confusions ചെറുതായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും വീഡിയോസ് ഇൻഡോർ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കം ടു ഹോട്ട്, അൺബെയറബിളി ഹോട്ട് ആയിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഡേ ലൈറ്റിൽ കാണിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് പിക്ചേഴ്സിൻ്റെ അകത്തൊക്കെ ഇൻ കേസ് ഡേ ലൈറ്റ് പിക്ചേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷനൊക്കെ അതിൻ്റെതായ വേരിയേഷൻസ് അപ്പോൾ നമ്മൾ ഡേ ലൈറ്റ് എടുക്കുമ്പോഴും ഇൻഡോർ എടുക്കുമ്പോഴുള്ള ചെറിയ വ്യത്യാസങ്ങൾ അത് വരാൻ ചാൻസസ് ഉണ്ട്. സോ അത് കീപ്പ് ഇൻ മൈൻഡ്. യു കെൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി എന്താണ് സാരിയുടെ കളറിന് അങ്ങനെ ഡൗട്ട്സ് എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ യു കെൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. ആ കസ്റ്റമർ കെയർ വിൽ ഹെൽപ്പ് യു. ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ജാംദാനി വീവ്ഡ് സാരി. കൽക്കട്ടയുടെ സ്വന്തമായിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാണ് കേട്ടോ ജാംദാനി വീവിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ജാംദാനി വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഓർഗൻസ സാരിയാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരിയിൽ കണ്ടോ ഡിസൈൻ ഡീറ്റെയിലിംഗ് കണ്ടോ, നല്ല ഭംഗിയുള്ള ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഓരോ ഡയമണ്ടിൻ്റെയും എഡ്ജസിൽ കോർണേഴ്സിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്ന പോലെയാണ് ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ 4 കോർണേഴ്സിലും
ഓരോ ഫ്ലോറൽ പാറ്റേൺ വരുന്ന പോലെ ഫുൾ സാരിയിൽ സ്പ്രെഡ് ചെയ്ത് ഈ സെയിം വീവിങ് സ്റ്റൈലിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് കണ്ടോ? ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു പാറ്റേൺ ഉള്ളിൽ രണ്ട് എഡ്ജിലും വരുന്നത് ഫ്ലോറൽ പാറ്റേൺസും പിന്നെ ഒരു ഗോബി പാറ്റേണും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ സാരിയിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ബ്ലൗസും ഇതുപോലെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഇതുപോലൊരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ബ്ലൗസും കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. ഫുൾ സാരിയിൽ ഇതേ രീതിയിലുള്ള ജാംദാനി വീവിങ് സ്റ്റൈലിൽ വരുന്ന പാറ്റേൺ ആണ്. ഈ ജാംദാനി വീവിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ റിവേഴ്സ് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീവിങ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇതാണ് ജാംദാനി വീവിങ് സ്റ്റൈല് തിരിച്ചറിയാനായിട്ടുള്ളൊരു മാർഗം. അപ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് വൺ. RUS 103A വേരിയൻ്റ് ആണ് കേട്ടോ. ഇത് നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ എല്ലാ സാരീസും കാണിച്ചു കഴിഞ്ഞിട്ട് പ്രൈസ് പറയാം കേട്ടോ. ഇത് ഫസ്റ്റ് സാരി നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതും ഈ 2-3 വേരിയൻസും തമ്മിൽ ഡിസൈനിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. RUS 103യുടെ A വേരിയൻറ്റ് ഒരു ഡയമണ്ട് ഷേപ്പിൽ ആ ഡയമണ്ടിൻ്റെ കോർണേഴ്സിൽ ഫ്ലോറൽ പാറ്റേൺ വരുന്ന പോലെയാണ്. ഇതൊരു ലഹരിയ പാറ്റേൺ പോലെ അതിനുള്ളിൽ ലീവ്സിൻ്റെ പാറ്റേൺ ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് അടുത്ത 3 വേരിയൻസിന് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നിൻ്റെയും ഓപ്പൺ ലുക്ക് കാണാം. സെക്കൻഡ് വൺ വന്നേക്കുന്നത് RUS 103B വേരിയൻറ്റ്. B വേരിയൻറ്റ് ഒരു ഓഫ് വൈറ്റിൽ ഗ്രേ ടോണി വരുന്ന ജാംദാനി വീവിങ് ആണ് കേട്ടോ. ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ എപ്പോഴും നമുക്കിപ്പം ഇനിയിപ്പം ചേർച്ചിലെ ഫങ്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമുക്ക് പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു കളക്ഷനാണ്. ഒരുപാട് ചൂടൊന്നും എടുക്കാത്ത നല്ല പ്രിറ്റി ആയിട്ടുള്ള കളക്ഷൻ. RUS 103B വേരിയൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ? ഇതാണ് ബോഡിയിലെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ബോർഡറിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു പാറ്റേൺ, ആ ഒരു കൊച്ചു ഡയമണ്ട്സ് ഫില്ല് ചെയ്തിട്ട് ഡയമണ്ട് ഷേപ്പിലുള്ളൊരു വീവിങ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ കണ്ടോ ജാല് പോലെ ഒരു ലീവ്സിൻ്റെ ഡിസൈനാണ് റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ലീവ്സിൻ്റെ ഡിസൈൻ റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്നു. ആൻഡ് ഇതിനൊരു പല്ലു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ആ ബോർഡറിൻ്റെ സെയിം ഡീറ്റെയിലിംഗ് വരുന്ന ഒരു പല്ലു ഫിനിഷിംഗ് കൂടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സാരിയിൽ ഒരു പല്ലു ഫിനിഷിംഗ് ഇല്ല, ഫുൾ സാരിയിൽ റണ്ണിങ് ആയിട്ട് ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ഈ ജാംദാനി വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്ന ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് പല്ലു ഡീറ്റെയിലിംഗ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഇതാണ്. പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് ഉണ്ടോ? ഇതാണ് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ എന്നൊക്കെ പറഞ്ഞാൽ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. അതൊരു ജാംദാനി വീവിങ് സ്റ്റൈലിലും കൂടെ വന്ന നല്ല റിച്ച് ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ കോഡ് വരുന്നത് RUS 103B വേരിയൻറ്റ് കേട്ടോ. ഇത് അടുത്ത വേരിയൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വേരിയൻറ്റ് നമുക്ക് കാണാം. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലൂ വേരിയൻ്റ് ആണ് കേട്ടോ. ബ്ലൂവിൽ ഒരു പേസ്റ്റൽ ബ്ലൂവിൽ ഗ്രേ കളറിലുള്ള വീവിങ് സ്റ്റൈൽ വന്നേക്കാണ്. എന്താ പേസ്റ്റൽ ബ്ലൂ ആൻഡ് ഗ്രേ കളർ വീവിങ് സ്റ്റൈൽ. ആൻഡ് ഇതാണ് പല്ലുവിൻ്റെ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. സെയിം ടൈപ്പിൽ തന്നെ ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്. കണ്ടോ? ഇങ്ങനെയൊരു ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് ഒരു സ്കൈ ബ്ലൂ, ഒരു പേസ്റ്റൽ വളരെ പേസ്റ്റലായിട്ടുള്ളൊരു ബ്ലൂ ടോണാണ്. സ്കൈ ബ്ലൂവിൽ ഒരു ടിൻ്റ് ഓഫ് ആഷ് ചേർന്നുള്ള കളറിൽ ആ ഒരു കളറിലാണ് വന്നേക്കുന്നത്. ഇത് 103 RUS 103C വേരിയൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്നത് ലാസ്റ്റ് വേരിയൻറ്റ് വന്നേക്കുന്നത് പീച്ച് ടോൺ. പീച്ച് എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ കളർ വന്നേക്കുന്നത് ഒരു പീച്ചും ഗ്രേയും കൂടി ടിൻറ്റിലുള്ള കളറാണ് കേട്ടോ. പീച്ചും ഗ്രേ ടിൻറ്റി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ? ആ ജാൽ പാറ്റേൺ ആൻഡ് ഒരു ലീഫ് പാറ്റേൺ, നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ഈ ബോർഡർ ഡീറ്റെയിലിംഗ്. അങ്ങനെ 4 കളേഴ്സിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ എല്ലാം പേസ്റ്റൽ ചാട്ടി വരുന്ന കളേഴ്സാണ്. ഇപ്പോൾ നമുക്ക് ചേർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. പേസ്റ്റൽ ക്വാളിറ്റി വരുന്ന ഈ സാരിയുടെ പ്രൈസ് ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ? പ്രൈസ് വരുന്നത് 1799 ആണ് കേട്ടോ. 1799 പ്രൈസ് റേഞ്ചിലാണ്
ഈ സാരീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് RUS 103 ABC ആൻഡ് D വേരിയൻറ്റ്. ആൻഡ് ഒരു കാര്യം കൂടി, ഈ ഫസ്റ്റ് സാരിയിൽ വന്നേക്കുന്ന ഡിസൈൻ ഡീറ്റെയിലിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ള മൂന്നും സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ്. ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ബോർഡർ പല്ലു ഫുൾ സാരിയിൽ റണ്ണിങ് ആയിട്ട് ഈ സെയിം ഡിസൈൻ പാറ്റേൺ വീവ് ചെയ്ത് വന്നേക്കാണ്. അപ്പം RUS 103 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഓർഗൻസ വിത്ത് ജാംദാനി വിവിങ് പാറ്റേണിൽ വന്നേക്കുന്ന സാരിയുടെ കളക്ഷൻ ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.ah.store.